C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാനും അതാ ആലോചിക്കുന്നത്. എന്ത്? അല്ല, എനിക്കും വന്നല്ലോ ചിക്കൻ കുനിയ, എന്നിട്ട് എന്നെയും വിളിച്ചില്ലല്ലോ. അമ്മ, ഇനിയൊന്നും പറയരുത്. എനിക്ക് മാപ്പ് തരണം. ഇറങ്ങി പോടി അവിടുന്ന്. നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, പക്ഷെ സീതാലക്ഷ്മിയുടെ അടുത്ത് അത് നടക്കൂല. ഇപ്പൊ ഇറങ്ങിക്കോണം അവിടുന്ന്, ഈ നിമിഷം ഇറങ്ങിക്കോണം. അച്ഛാ, അച്ഛനോ? ആണച്ഛൻ കടന്നു പൊക്കോളെ എന്റെ കൺമുമ്പിന്ന്. ഓടി അവിടുന്ന്. സീതാലക്ഷ്മി, എന്റെ ഡയലോഗ് അടുത്തു പോയോ? ഇത് മിണ്ടരുത് കേട്ടോ. ആ, കാണാനല്ലേ ഉള്ള അമ്മല്ല അതിക്രമം ചെയ്ത ദൈവം ഒറ്റക്ക് വിടണ്ടായിരുന്നു. എന്താടി ഇത്? നിനക്കൊരു അനിയത്തി വന്നിട്ടുണ്ട്. ഇവിടെ കൊട്ടിലെ പാട്ടുണ്ട്. പോയേട്ടാ, ചുമ്മാ കളി പറയല്ലേ. എടി, തമാശയല്ലെന്ന്. അമ്പിളി ഒരുത്തിനെ വിളിച്ചിറങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന്? എടി, സത്യമായിട്ടും അവനൊരു പെൺകുട്ടി വിളിച്ചിറങ്ങി കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് എന്നെ പറയാണ്ടിരുന്നേ? അതിനാ നിന്നോട് പറയുന്നത്. നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതിന് പരിഹാരം കാണുമോ? ഞാൻ അന്യൊന്നും അല്ലല്ലോ, അവരുടെയൊക്കെ ഏട്ടത്തിയല്ലേ മൂത്ത. അതേ, ഒന്നും പറയാനുള്ളൊരു മൂഡ് കിട്ടിയില്ല, സത്യം പറഞ്ഞതാണ്. മൂടുണ്ടായിരുന്നില്ല അല്ലേ? ആ, എന്നിട്ട് കുട്ടിയെ കാണാൻ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ഒരു അവലോകനമൊന്നും ഞാൻ നടത്തിയില്ല. എന്തായാലും ഒറ്റ നോട്ടത്തിൽ പറയാം, നിന്നെയൊക്കെ സുന്ദരിയാണ്. ഓ, അപ്പൊ വിശ്വസുന്ദരി ആയിരിക്കുമല്ലോ. അത് നീ അടിച്ച്. ശശാങ്ക, നീ ഒരു കാര്യം ചെയ്യും, നേരെ ഓഫീസിൽ വന്നാൽ മതി കേട്ടാ. ശരി ശശാങ്ക. പങ്കിയാമ. വേറെന്താ? ശരി ശരി, ഓക്കെ. എന്താ ആരാ? വേറെ പിന്നെ ഒരു കാര്യം പറയാനാണ്. പറഞ്ഞോ. വായോ. വായോ. മോളെ ദേവി, അലക്ക് കഴിഞ്ഞോ മോനെ? കഴിഞ്ഞമ്മേ. ഒരു കാര്യം ചെയ്യേ, നീ അരിയൊന്നോട് കഴുകിയിട്ടോണ്ട് ഞാൻ ആ സരസ്വതി വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. അമ്മേ, ഒരു വിശേഷമുണ്ട്. വിശേഷോ? അതല്ല, കൊട്ടിലപ്പാട്ടൊരു വിശേഷം ഉണ്ടെന്ന്. അതിന് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളു, അപ്പോഴേക്കും വിശേഷമായ? എന്റെ പൊന്നമ്മേ, കൊട്ടിലപ്പാട്ട് അമ്പിളിക്കൂട്ടിന് ഒരു പെങ്കൊച്ചിനെ അടിച്ചെടുത്തോണ്ട് വന്നെന്ന്. അപ്പൊ ആ പെങ്കൊച്ചിനാണ് വിശേഷം? അയ്യോ, ഈ അമ്മ ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കുന്നേ? അമ്മ, കൊട്ടിലപ്പാട്ട് അമ്പിളിക്കുട്ടൻ ഒരു പെങ്കൊച്ചിനെ അടിച്ചെടുത്തോണ്ട് വന്നെന്ന്, അതാണ് വിശേഷം. ഇപ്പൊ മനസ്സിലായോ? അവനാണ് മിടുക്കൻ. അപ്പൊ അങ്ങനെയായോ? എന്തായാലും കൊള്ളാം, സന്തോഷമുള്ള കാര്യല്ലേ? സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നിന്നെ കൊള്ളാഞ്ഞിട്ടാണ്. അവിടത്തെ അമ്മ അംഗീകരിച്ചാടി. അംഗീകരിച്ചു കാണും, അല്ലാതെ ഇങ്ങനെ വീട്ടിൽ കയറി താമസിക്കുക. പക്ഷെ അനത്തേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് അമ്മയുടെ ഒരു സ്വഭാവം കൂടെ ഒക്കെ കണക്കിലെടുക്കുമ്പോഴുണ്ടല്ലോ, ആ കൊച്ചിന്റെ വിദ്യ. നീ അങ്ങനെ ഒന്നും പറയില്ലടി, ഒരു ദിവസം നീ അങ്ങോട്ട് കയറി ചെല്ലാനുള്ളതാണ്. ആ അമ്മയുടെ വിളച്ചിലൊന്നും എന്റെ അടുത്ത് നടക്കൂല. ഞാൻ അവിടെ നിലവിളക്കായിരിക്കും, സ്നേഹം കൊണ്ട് എല്ലാരും കീഴ്പ്പെടുത്തും. പക്ഷെ കീഴ്പ്പെടുത്താൻ വേണ്ടിട്ടേ എന്നാണ് അങ്ങോട്ടൊന്ന് ചെന്ന് പറ്റുമെന്ന് അറിയാം.
നിനക്ക് നാണണ്ടാ ചേട്ടനെന്ന് പറഞ്ഞോണ്ട് നടക്കാൻ? ഞാൻ എന്ത് ചെയ്തു എന്നാണ്? നീ സമയത്തിന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അവൻ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? എന്റെ അമ്മ, ഞാൻ പറഞ്ഞിട്ടാണോ അവൻ പെണ്ണിനെ പ്രേമിക്കാൻ പോയത് പിടിച്ചോണ്ട് വന്നതും? ആണാ? നീ വഴി മുടക്കി നിന്നോണ്ടല്ലേ അവൻ തങ്കാരിയെ നോക്കി പോയത്. എന്താ ഈ പറയണത്? എന്റെ കല്യാണം ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ അവന്റെ ചേട്ടനല്ലേ? ഒരു വാക്ക് നീ ഇതിനെ പറ്റി അവനോട് ചോദിച്ചോ ഇതുവരെ? എന്താ ഈ പറയണ? എന്റെ പങ്കമ്മ, എന്റെ അമ്മയെ സംസാരിച്ചെന്നില്ല, പങ്കമ്മോട് ചോദിച്ചോക്ക്. പങ്കിയേ, അതെ, ഈ കാര്യത്തിന് വേണ്ടി അനന്തം നല്ലോണം സംസാരിച്ച അവനോട്. ഇപ്പൊ ഈ പെണ്ണിനെ പിടിച്ചുവിടുന്ന ഇറങ്ങിയിട്ടില്ല, ഈ വീട് വരെ കത്തിക്കുന്ന എന്താ പറഞ്ഞതാ. എന്നിട്ട് എന്താ വീടൊന്നും കത്തിക്കില്ല അനന്തം എന്നുള്ളത് അമ്പിളിക്ക് അറിയാലോ. അവന്റെ ചെവിയിലേക്ക് അത് കയറിയില്ല. ഇല്ല എന്താ അമ്മേ, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോ നമ്മുടെ വീട്ടില് അടുപ്പ് പോഞ്ഞിട്ടില്ല, ഒരു കട്ടൻ ചായ ഇവിടുന്ന് കിട്ടിയില്ല, ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഒക്കെ പട്ടിണിയാണ്. ഇങ്ങനെ പട്ടിണിയായിട്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുന്ന അമ്മ വിചാരിക്കുന്നു? നീ ശമ്പളക്കാരനാണല്ലോ, പോയി ഹോട്ടലിൽ നിന്ന് മേടിച്ചിന്. എന്റെ കാര്യം വിഷയമില്ല, അത് വിട്. ബാക്കി ആൾക്കാരില്ലേ ഇവിടെ? എന്നാ എന്റെ മോനൊരു കാര്യം ചെയ്യ്, ഒരു കല്യാണം കഴിക്ക്, എന്നിട്ട് ഓളോട് അടുക്കളയിൽ കയറാൻ പറയ്. ഇനി ഇപ്പം പെണ്ണ് കെട്ടി കൊണ്ടുവന്നിട്ട് വേണം അപ്പൊ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് ചായ കുടിക്കാൻ. പങ്കിയെ, നീ മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തനാണ് ഇമ്മമാർക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പൊ എന്റെ നെഞ്ചത്തേക്ക് കയറിക്കും. പറയണതിനൊരർത്ഥം തന്നെ. അമ്മേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ആൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുക, ഇഷ്ടപ്പെടുക, ചിലപ്പോൾ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ചെയ്യും. അതൊക്കെ ചെയ്യും. ഇത് നാട്ടിലെമ്പാടും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇത്ര വലിയ പുതുമയൊന്നുമില്ല. നമുക്കിപ്പോൾ അങ്ങനെ ഒരു സംഗതികൾ വന്നു പെട്ടു എന്ന് മാത്രം. ഇത് പത്രത്തിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അമ്മത് പത്രവും വായിക്കില്ല, ന്യൂസും അറിയില്ല, ഒരു ലോകവിവരം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ല, അങ്ങനെ പറഞ്ഞതല്ല. ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി നമുക്കതാണ്ട് അംഗീകരിക്കാം. അതാ നല്ലത്. അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ലമ്മേ. അമ്മ നല്ല സ്നേഹത്തോടു കൂടി ആ കുട്ടിയോട് പെരുമാറിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സന്തോഷമാവും, നമ്മുടെ കുടുംബവും നല്ല രീതിയിൽ പോകും. നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? മിണ്ടരുത്, ഇറങ്ങിപ്പോയതിന്റെ മുമ്പിൽ നിന്ന്. ബലരാമേട്ടാ, നിങ്ങൾ പട്ടിണി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ കയറാൻ പോവാ. പക്ഷേ വല്ല അവളുമാരും എന്റെ കൂടെ അടുക്കളയിലേക്ക് വരുമോ, ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയോ ചെയ്താ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മനസ്സിലായല്ലോ? ഷാഹിനോട് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സ്നേഹോ സിമ്പതിയൊക്കെ തോന്നണമെങ്കിലേ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കണം. അതല്ലാതെ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ വെച്ച് അങ്ങോട്ട് കൊണ്ട് ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ് എനിക്ക്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എന്നെ കൊണ്ട് ആയത് പരമാവധി അവളെ കൊണ്ട് പറയിപ്പിച്ച് നോക്കി, ഞാൻ ചെയ്ത്, പക്ഷെ അങ്ങോട്ട് അടുക്കണില്ല. അല്ല, ക്യാരക്ടർ അതല്ല, അതായത് ഒരു വാശി ഇങ്ങോട്ട് കയറിയ പിന്നെ അതിന്റെ മുകളിലാണ്. അതാണ് രക്ഷയില്ല. ഈ സ്വാഭാവികമായിട്ട് അമ്മയുടെ ഭാഗത്തുനിന്ന് തോന്നി വരുമ്പോ നല്ല സമയം എടുക്കും. അമ്മാവനൊന്നും വിചാരിക്കരുത്. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞാല് ഒന്ന് കൂടെ നിൽക്കുവോ? ഇതുവരെ അങ്ങനെയല്ല നിന്നിട്ടുള്ളത്. കാര്യം എന്താന്ന് പറയാ? അല്ല, ഇതിപ്പോ അമ്മക്ക് ഇത് ഉള്ളിൽ നിന്ന് തോന്നണമെങ്കിൽ നമ്മള് കൃത്രിമമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അമ്മനൊരു 1-2 ദിവസം വയറിളക്കി കിടത്തി കഴിഞ്ഞാല് ഇപ്പൊ വീട്ടിലെ പണിയും അമ്മനെ ബാത്റൂമിൽ കൊണ്ടുപോകലും അലക്കലും എല്ലാം ഷാഹിന ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും. അപ്പൊ അവളോട് ചെറിയൊരു ഇഷ്ടം തോന്നൂലേ അമ്മക്ക്? നീ എന്തീ പറയണത്? ഇന്നലെ വന്നവൾക്ക് വേണ്ടിട്ട് ചേച്ചിനെ വയറിളക്കി കിടത്താനാ? ഇതിലത്ര പേടിക്കാനില്ല അമ്മാവാ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റേ കണക്ക് മാഷ അപ്പുക്കുട്ടൻ സാറിന് അറിഞ്ഞൂടെ? അപ്പുക്കുട്ടൻ സാർ എന്നെയാണ് ചായ മേടിക്കാൻ വിടണം എപ്പോഴും. ഒരു ദിവസം ഞാനൊരു കണക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് പുള്ളി എന്നെ അച്ചാലും പിച്ചാലും അങ്ങോട്ട് തല്ലി. എനിക്ക് ദേഷ്യവും സങ്കടവും ഒന്നും സഹിക്കാൻ പറ്റാതിരിക്കുമ്പോ, എടാ അമ്പിളി പോയി ചായ മേടിച്ചോണ്ട് പോടാ. ഞാൻ ചായ മേടിക്കാൻ പോയപ്പോ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു വയറിളക്കണ ഗുളിക മേടിച്ചിട്ട് അതിൽ കലക്കി കൊണ്ടുവന്ന് കൊടുത്ത്. പിന്നെ 1-1.5 മാസത്തൊക്കെ അപ്പുക്കുട്ടൻ സാർ സ്കൂളിൽ വന്നിട്ടില്ല. 1.5 മാസം ചേച്ചീനെ കിടന്നു. അമ്മേനെ 1.5 മാസം കിടത്തണ്ട. അത് 300 mg ആണ് ഞാൻ കൊടുത്തത് അപ്പുക്കുട്ട സാറിന്. അമ്മക്ക് 10 mg മതി, 2 ദിവസം കിടന്നാ മതി. വിളിക്കുന്നത്. അയ്യോ എടുക്കണ്ട, അവിടെ കിടന്ന് അടിച്ചോട്ടെ. ദൈവമേ,
ഈ ഫോൺ ഞാൻ എടുത്ത് അടുപ്പിൽ കൊണ്ടിടും കേട്ടോ. അല്ലേ അതിന് ഞാനെന്താ ചെയ്യാനാ? അവരിങ്ങോട്ട് വിളിക്കുന്നല്ലയോ? നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വിളിക്കുന്നോണ്ട് ഫോൺ എടുത്ത് അടുപ്പിക്കൊണ്ടുവന്നിട്ട് ഇവിടെ അല്ലയോ എന്ന് പറയുന്നത്. ഈ അപ്പുണ്ണിയേട്ടൻ ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കൂ. കൊണ്ടു കൊടുക്കുമെന്ന് വെച്ചാ പിന്നെ കൊടുക്കണ്ടേ? ഓ നീ പറഞ്ഞ കേൾക്കാത്ത നിനക്കാ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത. അല്ല അല്ലെങ്കിൽ അമ്മാവനൊന്ന് കൊടുക്കൂ. ഞാൻ കൊണ്ടു കൊടുക്കും. ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യം ചേച്ചിക്ക് സംശയമില്ലേ? നീ കൊണ്ടു കൊടുക്കുന്ന ഞാൻ കൊണ്ടുപോയി കൊടുത്ത അമ്മ കുടിക്കുവോ? എന്നോട് വഴക്കല്ലേ? നീ ആ പുണ്ണീനോട് പറഞ്ഞാ നീ പറഞ്ഞാ കേൾക്കും. നീ പറഞ്ഞ ആരാ കേൾക്കാത്ത ലോകത്ത്? ഞാനിവിടെ ആ ഓട് പൊട്ടിയത് മാറ്റം കയറിയാ. ആദ്യം കൈയും കാലും ഒക്കെ നേരെ ആവട്ടെ, എന്നിട്ട് കയറാം. ഇങ്ങോട്ട് ഇറങ്ങി. ഇത് രണ്ടും ഞാനിങ്ങനെ മുട്ടിച്ചു വെച്ചേക്കാം. ഇങ്ങോട്ട് മാറിയിരിക്കണ ഗ്ലാസ് ആണ് സംഭവം. വലത്തെ കൈന്റെ ഭാഗത്തുള്ള ഗ്ലാസ് അതെനിക്കറിയുള്ളൂ കേട്ടോ. ഓക്കെ, ഇതെടുത്ത് കുടിക്കണ്ടെന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അത് ഞാൻ ചെയ്തോളാം. ഞാൻ കൊടുത്തുവിടാം. സഹിക്കാൻ പറ്റില്ല കേട്ടോ നിനക്ക് വേണ്ടിട്ട്. വെറുതെ മനുഷ്യനെ ടെൻഷൻ ആക്കല്ലേ. അമ്മാവന്റെ ചേച്ചി എന്റെ അമ്മേനെയാണ് ഞാൻ വയറിളക്കാൻ പോണത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ വയറിളകുള്ളൂ. ഞാൻ അറിഞ്ഞാണ്ടല്ലോ വീടിന്റെ അടിത്തറ ഇളകും കേട്ടോ. ഒരു ചെറിയ പരിപാടി ഉണ്ടോ? വാ, ഇത് മാറ്റിട്ട് വന്ന് മാറ്റിക്കോ. ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. വാ. ആണോ? എന്താ? അതെ, നീ ആ പൊട്ടി ഓടൊക്കെ ഒന്ന് എണ്ണി വെക്ക്. അപ്പോഴേക്കും അപ്പോട്ടും വന്നത് ശരിയായിക്കോളും. വാ. അയ്യോ, എനിക്ക് അപ്പുണ്ണിയാറിന് എനിക്കൊരു ധൈര്യക്കുറവുണ്ട്. അമ്മാവൻ തന്നെ ഒന്ന് കൊടുക്കൂ. സ്വന്തം പെങ്ങൾക്ക് ആങ്ങളെന്നെ കൊണ്ടുപോയിട്ട് വയറിളക്കിക്കുക അല്ലേ? എന്ത് മനസ്സാടാ നിന്റെ ഒക്കെ. എന്താടാ ഈ നേരത്തെ ഒരു ചായ? ആ അമ്മ മനമടുത്തിരിക്കല്ലേ, അപ്പൊ ഒരു ചായ കുടിച്ചോട്ടെ എന്ന് കരുതി. ഞാൻ കൊടുക്കാം. കുടിച്ച നല്ല ചായ. ഇത് അവളുണ്ടാക്കിയാണോ? ഞാൻ കുടിക്കില്ലേട്ടാ. അല്ലമ്മേ, അമ്പിളി ഉണ്ടാക്കിയതാ? അല്ല, അവൻ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? ഉണ്ടോ അതിന്റെ ഒരു ആത്മാർത്ഥം നോക്കിയ പാവം. ഒരു ലേശം മധുരട്ട് വിടറാ അതില്. മധുരം കുറവാണോ? അമ്മയ്ക്ക് മധുരില്ലേ? എനിക്ക് പാകാടാ. അമ്മാവനുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് പാകായാ മതി. ഇത് ചൂടുമില്ല മധുരമില്ല, ഒരു വെള്ളം. എന്നിട്ട് കുടിച്ചില്ലേ? ഞാൻ കുടിച്ചേ. അമ്മാവാ, ഒന്ന് ചെന്നിട്ടേ നൈസായിട്ടൊന്ന് ചോദിച്ചാൽ വില ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ സംശയം തോന്നുവോ? അങ്ങനെയല്ലെന്ന്. എന്താ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറ. അപ്പൊ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടേ പറയും. ഒന്ന് ചെന്ന് ചോദിക്കും. വെറുതെ വിശേഷം അന്വേഷിക്കണമല്ലേ? പറ. എന്താ വയ്യേ? ഒന്നുമില്ലല്ലോ. വയ്യായിക്കൊന്നുമില്ലല്ലോ. ആ തണ്ടല് വേനുണ്ട്. ഈ കുമ്പിട്ട് ഇതൊക്കെ അടിച്ചപ്പോഴേ. തണ്ടലിനാണ് അല്ലേ? അല്ലാണ്ട് വയറിന് ബുദ്ധിമുട്ട് പോലെ തോന്നണില്ലല്ലോ. അല്ല, ഇങ്ങനെ കുമ്പിട്ടിട്ട് വർക്ക് ചെയ്യുമ്പോഴേ വയറിന് വല്ല നീര് കെട്ടിയ മാതിരി ഉണ്ടോ? എനിക്ക് നിപ്പ് കാണുമ്പോ തോന്നുക. എടാ, കുമ്പിട്ട് പണിയെടുക്കുമ്പോ തണ്ടലിനാണ് വേന, വയറിനല്ല. അതെ അതെ അതെ, ഞാൻ ചോദിച്ചതാണ്. എന്നാ കുഴപ്പമൊന്നുമില്ല. വയറിളക്കത്തിനെ കുറിച്ച് ആ കവിതയിൽ ഒന്നും പരാമർശിക്കാനുള്ള. അല്ലാതെ അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ അമ്മാവ. ന്യായമൊന്നുമില്ല, പക്ഷെ ആൾക്കൊരു എന്തെങ്കിലും ഒരു അനക്കം തോന്നണ്ടേ? ഇതെന്താണ്ടാ പിന്നെ വല്ല മറന്നാ? ഒന്നും മറന്നല്ലമ്മ, വയറിന് തീരെ സുഖമില്ല. അയ്യോ, ആരാടി എന്റെ അടുക്കളയില്? നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞല്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലും നീ എന്റെ അടുക്കള കയറി വന്നത്? മര്യാദക്ക് ഇപ്പൊ ഇറങ്ങിക്കോണം. അനന്ത സാറല്ലേ? അയ്യോ, അനന്തേട്ടൻ കിടക്കണല്ലോ. പുള്ളി ഒരു ഗുളിക മാറി കഴിച്ചിട്ടേ ചെറിയൊരു ബോധക്ഷയവും വയറിളക്കമായിട്ട് ഒന്ന് കിടന്നതാണ്. അയ്യോ, എന്താ പറ്റി? അത് ടെൻഷൻ അടിക്കണ്ട. അതൊരു കട്ടൻ ചായയിൽ ചെറുനാരം കൊഴിഞ്ഞു കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ. ഞങ്ങൾ കൊടുക്കണുണ്ട്. അതെങ്ങനെയാ പറഞ്ഞത് ശരിയാവുന്നേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? അതിന് നിങ്ങളെന്തിനും ഇത്ര ടെൻഷൻ അടിക്കണം? അത് ഞങ്ങൾ ചെയ്തോളാം. അല്ല, എന്തിനാ അനന്തേട്ടൻ ഇവരുടെയൊക്കെ നമ്പർ സേവ് ചെയ്തിട്ടാണ് ഞാൻ ആലോചിക്കണം. അല്ല, അത് വേറെ കാര്യമുണ്ട്. അതിപ്പോ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് വരുന്ന ആവശ്യങ്ങളായിട്ട് വരുന്ന ആളുകളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കണം എന്നൊരു നിയമം ഉണ്ടല്ലോ. അങ്ങനെ ഒരു നിയമം ഉണ്ടോ? അല്ല ഉണ്ടാവും. അല്ല അപ്പൊ അത് സേവ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് കൊണ്ട് ഇപ്പൊ കസ്റ്റമറുടെ ഒക്കെ നമ്പർ സേവ് ചെയ്യണമെന്ന്. ഇനിയും ഇല്ല, അതിനല്ല, മൊത്തത്തിലൊരു നിയമം വന്നല്ലേ. ആദ്യ നിയമമൊക്കെ ഇനി മാറണ നല്ലത്. ഒരു വിശേഷം പറയാനില്ലേ? എന്താ? ഒരു വിശേഷമില്ല. ഒരു വിശേഷം ഉണ്ട്. എന്താണ് ഒരു പ്രത്യേക ഉത്സാഹം? മരുമകൾക്ക് ഡ്രസ്സ്, മോന് ഡ്രസ്സ്. അതെ, ആ പെങ്കൊച്ചിനെ കണ്ടിട്ടൊരു പാവാന്ന് തോന്നടാ. പാവാണല്ലേ? അതുകൊണ്ടാ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം എനിക്ക് തോന്നിയത്. നന്നായി. അത് നന്നായി. അവനും ഒന്നുമില്ല,
അവനും ഒന്നുമില്ല, അവന് പണിക്ക് പോകുന്നെങ്കിലും അവനും ഒന്നും മേടിക്കാറില്ല. എന്നാൽ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടെന്ന് വിചാരിച്ചു. നന്നായി അളിയ. ഇനി അളിയെ എത്ര കഥ വേണമെങ്കിലും എഴുതിക്കോ, ഞാൻ സഹിച്ചോളാം. അല്ല, ഞാൻ വായിച്ചോളാം. വായിച്ചോളാം. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി പരിപാടി എന്ന് വെച്ചാലേ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാക്കണം. ഇനിയും പ്ലാനിങ്ങോ? പറയട്ടെ, നീ പറയുന്നതുകൊണ്ട് മനസ്സിലാക്കുന്ന തഞ്ചത്തെ. ഞാൻ ഈ സാധനമായിട്ട് എൻ്റെ മുറി പോയിരിക്കും. ഈ സമയത്ത് നീ എന്താണെന്നറിയാവോ? നേരെ അമ്പിളിയും പെണ്ണിനെയും കൂടെ എൻ്റെ മുറിയിലേക്ക് കൊണ്ടിരുത്തണം. അത് ഞാൻ കൊണ്ടുവരാം. അതിപ്പോ അല്ലാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കാൻ അല്ല, ഈ സമയത്ത് ചേച്ചിയെങ്ങാനും കണ്ടെന്ത് ചെയ്യും? ഓ, നിനക്കറിയാമല്ലോ ഇവിടെ സ്വഭാവം. അതാ പറയണ. കസർത്ത് കുറെ കാണിക്കും, ഇവിടെയൊക്കെ കിടന്ന് മറിഞ്ഞ് സർക്കസ് കുറെ കാണിക്കും. അറിയാമല്ലോ ഇവിടെ സ്വഭാവം. എന്ത് ചെയ്യും അതിന്? അത് പറ. അവള് കാണരുത്. പറയട്ടെ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. അതിനൊരു ഈ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവൾ ആ ഭാഗത്തും കൂടെ കാണാൻ വന്നെന്ന് കണ്ടാൽ നീ എനിക്കൊരു സിഗ്നൽ തരണം. സിഗ്നൽ? എന്ത് സിഗ്നൽ? പറയാം. സിഗ്നൽ എന്ന് പറയുമ്പോ ആടിന്റെ ശബ്ദം ഉണ്ടല്ലോ. അയ്യോ, ഇത് ഏത് നാട്ടിലാണത്? അതൊന്നും എനിക്ക് അറിയില്ല അളിയ. അത് അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ കളിക്കും. ഒരു വയറിറക്കുന്ന സ്വരമാണ്. എനിക്കാ ഇനി മതി ഷായിന, ഇനി നീ ഒറ്റക്ക് കളിച്ചോ. പുറത്തോട്ട് പോയിട്ട് വരട്ടെ. കുറച്ചു നേരം കൂടി. നീയേ ഈ വിരല് എവിടെ? ഈ വിരല് നീ, ഈ വിരല് ഞാൻ, നീ തന്നെ കളിച്ചോ. എന്നിട്ട് ആരാന്ന് വെച്ചാൽ ജയിക്കുമ്പോ നീ പറഞ്ഞാ മതി. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കളിക്കാനോ? അമ്മ മിണ്ടുമായിരുന്നെങ്കിൽ അമ്മയുടെ അടുത്ത് പോയിരിക്കായിരുന്നു. അമ്മ മിണ്ടാനൊക്കെ ഇച്ചിരി സമയം എടുക്കും. നീ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക, എന്തെങ്കിലും കാണുകയും ചെയ്യും. ഞാൻ പോയിട്ട് വരട്ടെ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എനിക്ക്. എന്ത് ഉത്തരവാദിത്തം? നിനക്ക് ഉച്ചയാകുമ്പോ പൊറോട്ടയും ബീഫും വേണ്ടേ? അത് മേടിക്കണമെങ്കിൽ പോയ എന്തെങ്കിലും പണിയെടുക്കണം. ഇവിടെ ലുഡോ കളിച്ചോണ്ടിരുന്ന പൈസയൊന്നും കേറൂല അതില്. ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യേക്കാ. നീ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കുക. എല്ലാം ക്ലിയർ ആവുമ്പോ ഈ വീട് നീ ഭരിച്ചോ, പിന്നെ നിനക്ക് ഇരിക്കാൻ നേരം ഉണ്ടാവൂല. അയ്യോ, ഒന്നും വേണ്ട. കൊട്ടിലപ്പാട്ട് റാണിയായിട്ടങ്ങോട്ട് വാഴ നിനക്ക്. ഇതാരും കുമാരിയാ? നീ ഇതെന്ത് കല്യാണത്തിന് ഒക്കെ പോയത്? കുറെ ദിവസമല്ല കണ്ടിട്ട്. അതായി പപ്പുണ്ണിയേട്ടനും ചോദിച്ചേ. അല്ല, ഞാനിവിടെ നിന്ന് മാറിയപ്പോ ഇവിടെ എന്തൊക്കെയാ നടന്നത്? ഒന്നും പറയണ്ട, ഇവള് എന്നെ വിളിച്ചോണ്ട് പോയി. ഇങ്ങട് വാ, ഇതാണ് കുമാരി. മണവാട്ടിക്ക് എന്നെ അറിയാമോ? പിന്നെ കുമാരി ചേച്ചില്ലേ? അപ്പുണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? കല്യാണം ഉറപ്പിച്ചിരിക്കുക, ജോലി ഉടനെ കിട്ടും, ഇവിടെ എല്ലാരെയും സഹായിക്കാൻ വരാറുണ്ടെന്നൊക്കെ. അപ്പൊ എല്ലാം അറിയാം. ആളിങ്ങനെ പൊട്ടക്കന്നാസ് പോലെ ഇരിക്കണം ഓർക്കണ്ട, ഒന്നൊരാളുടെ ബുദ്ധിയാണ്. അങ്ങനെയൊന്നും പറയണ്ട. എന്റെ പേരെന്താണ്? ഷാഹിന. അവള് വലിയ എടുത്തിയാട്ടക്കാരിയാ. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മാറുകയും ചെയ്യും. പക്ഷെ അച്ഛന് യാതൊരു പ്രശ്നവുമില്ല. അമ്മേനെ ചെറിയൊരു പേടി അത്രേ ഉള്ളൂ. പിന്നെ മോള് നോക്കിയും കണ്ടുമൊക്കെ നിന്നാ മതി കേട്ടോ. വേണ്ടിയിരുന്നില്ല അച്ഛ, ഈ പൈസ ഇല്ലാത്ത സമയം. അത് കുഴപ്പമില്ലടാ, എൻ്റെ ഒരു ആഗ്രഹമല്ലയോ. എന്നാ ഇത് മോനിരിക്കട്ടെ. നോക്കട്ടെ. അയ്യോ, അനുഗ്രഹം മേടിച്ച നന്നായി. വലിയ നാടക എഴുത്തുകാരനാണ്. മോള് നീ നാടകം കാണാൻ പോകുന്നതല്ലേ ഉണ്ടല്ലേ? അച്ഛൻ്റെ നാടകം കാണാനേ. അവർക്ക് ഭയങ്കര പേടി. അച്ഛനും അമ്മയൊന്നും മിണ്ടണില്ല, എല്ലാവരും അടുപ്പി. ഞാൻ പറഞ്ഞൊക്കെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. മോനെ, അവിടെ മുമ്പ് വെച്ച് എനിക്ക് ഇവളോട് വല്ല സ്നേഹം വല്ലതും കാണിക്കാൻ പറ്റുമോ? അച്ഛൻ ഒരു കലാകാരനല്ലേ, എനിക്ക് യാതൊരു വിഷമമില്ല. ഞാൻ നിന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നതില് സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നല്ലേ ഇവിടെ. ഇത് അച്ഛൻ ചാടിച്ചോണ്ടെന്ന പോലെ ആവൂല. ഇവള് ആള് നല്ലവളാണ്. എന്താ ദേവിക? എന്തുകൊണ്ട് വിശേഷം? എന്ത് വിശേഷം? ഭക്ഷണം കഴിച്ചോ? ഓ, കഴിച്ചല്ലോ.
നിങ്ങൾ കഴിച്ചാ? കഴിച്ചു. കുട്ടികൾ കിടന്നാ? അവർ രണ്ടുപേരും ഉറങ്ങി. ആണോ? എന്താ കഴിച്ചേട്ടൻ? എന്താ ഇവിടെ ഉള്ളതിനല്ലാതെ? പിന്നെ എന്തുണ്ട് വിശേഷം? എന്താ നിനക്ക്? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓ, സുഖമായിട്ടിരിക്കണോ. ഞാനൊരു കാര്യം പറയാൻ പോവാണ്. അത് കേൾക്കുമ്പോഴത്തേനും ടെൻഷൻ ഒന്നും അടിക്കരുത്. എന്ത് കാര്യം? ചെറിയ കാര്യ. അതിന്ന് കുഞ്ചും മോളും കൂടെ മുറ്റത്ത് കളിക്കായിരുന്നേ. കളിക്കുമ്പോ പേടിക്കാനില്ല ഏട്ടാ, ടെൻഷൻ ആവല്ലേ. കളിച്ചോണ്ടിരുന്ന സമയത്ത് ചെറുതായിട്ട് കുഞ്ചൊന്ന് വീണു. അപ്പത്തേക്ക് നമ്മൾ ചെറുതായിട്ട് നെറ്റി ഒന്ന് പൊട്ടി. ചെറുതായിട്ട് പൊട്ടിയതേ ഉള്ളൂ. ബ്ലഡ് കുറച്ച് പോയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവര് പ്ലാസ്റ്റർ ഒട്ടിച്ചു വിട്ടു. അത്രേ ഉള്ളൂ. എന്റെ ദേവിക, ഞാൻ നിന്നോട് പലപ്പോഴും പറയാറുള്ളതാണ് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന്. അതിന് മാത്രമൊന്നും ഇല്ല ഏട്ടാ. രണ്ടുപേരും നല്ല സുഖമായി കിടങ്ങുന്നു, ഉറങ്ങുന്നു. കുഞ്ചുവാണെ നേരത്തെ ഉറങ്ങി. ഇന്ന് ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം. അതാ നല്ലത്. എന്തിന്? ഇതിന് വേണ്ടിട്ടൊന്നും വരേണ്ട യാതൊരു കാര്യമില്ല. ഏട്ടാ വരുമൊന്നും വേണ്ട. വേണ്ട ഏട്ടാ. ഹലോ, വെറുതെ വിളിച്ച് പറയണ്ടായിരുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. 6 വീണ ഒരു കളിയും കൂടെ ഉണ്ട്. 6. കുഞ്ചു ഇവിടെ ഉണ്ടമ്മേ. ഇങ്ങനെ അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും ഇരുന്നിട്ടുള്ള കളി ഇനിയും കളിച്ചാൽ മതി കേട്ടാ. അല്ല അവിടെ ഓടി ഇവിടെ ഓടി തലയും പൊട്ടിച്ച്. കള്ളനാണ്. ഇച്ചിരി മുറിഞ്ഞിട്ടുള്ളൂ. അച്ഛൻ വരുമ്പോ തന്നെ പറയുമ്പോ ഒരു കാര്യമായില്ലേ. അമ്മേ, അച്ഛൻ എപ്പോഴാ വരുന്നേ? മന്ത്രി കോൺഫറൻസ് ആറായില്ലേ? ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് കുളിക്കുന്നതിന് മുമ്പേ തലയിലൊക്കെ ഇത്തിരി എണ്ണ കെട്ട് ദേഹാസകലം എണ്ണ തേച്ചിട്ടേ ഒരു അരമണിക്കൂർ നിക്കണം. ആ സമയത്താണ് ഇതിപ്പോ ഇതൊക്കെ ഒന്നും ഇങ്ങനെ എന്തിലൊക്കെ ചെയ്യേണ്ടത്. മനസ്സിലാവണ്ടോ? അതെ, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ വേദന ഇല്ല അമ്മാവ. തെക്കോട്ട് നോക്കുമ്പോ ഭയങ്കര വേദന. അപ്പൊ എന്തിനീ ആവശ്യമില്ലാത്തടത്തേക്ക് നോക്കണേ? അപ്പൊ തെക്കോട്ടും വടക്കോട്ടും നോക്കാണ്ട് നടക്കാൻ പറ്റുമോ നമുക്ക്? അതെന്തേ? ഇപ്പൊ നമ്മുടെ ഈ അടുക്കള ഭാഗത്ത് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ തെക്കോട്ട് നോക്കുമ്പോ അല്ല തൊഴുത്ത് കാണുക. അപ്പൊ നിനക്കുന്ന ഈ പിന്നാമ്പുറത്ത് കൂടെ ഇറങ്ങിയിട്ട് വടക്കോട്ടാ നോക്കിക്കൂടെ? അപ്പോഴും കാണില്ലേ തൊഴുത്ത്? അങ്ങനെ നോക്കാലോ അല്ലേ? അപ്പൊ അത് തന്നെയാണ്. നീ ആവശ്യമില്ലാത്ത ചെയ്യുള്ളൂ. എങ്ങനെയുണ്ട് കാലിനിപ്പോ? കാല് ഇരിക്കുമ്പോ കുഴപ്പമില്ല അമ്മാവ, നടക്കുമ്പോ കുത്തുന്ന വേദനയാ. അപ്പൊ കാല് നടക്കാളല്ലേ? ഇതിപ്പോ വാതിൽ വെച്ചിട്ട് അടക്കാനും തുറക്കാനും പാടില്ല എന്ന് പറഞ്ഞ മാതിരി നല്ല വേനുണ്ട്. ഇതിപ്പോ ഉണ്ടല്ലോ, കുളിക്കാൻ നേരത്ത് നല്ലോണം എണ്ണിട്ടിട്ട് അങ്ങോട്ട് തിരുമ്പണം. അല്ലാതെ ഒന്നും പോവില്ല. അത് നല്ല വേനുണ്ട് അല്ലേ? അമ്മാവനെ എപ്പോഴെങ്കിലും പെരപ്പുറത്തുനിന്ന് ഏണിന്നൊന്ന് വീണ് നോക്കണം. അപ്പൊ അറിയാ വേന. എന്തിന് ഞാൻ ഏണിന്ന് വീണ്? എനിക്ക് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ആവശ്യമില്ലാത്തവിടത്തെ കൊത്തി പിടിച്ച് വേണ്ടാത്തൊക്കെ നോക്കണ പരിപാടി ഇല്ല. ഞാനങ്ങനെ നോക്കിയോണ്ട് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? താർപോളി എന്തിനാടാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പോക്കണം? എന്റെ പുണ്യെ തന്നെ നിന്റെ സ്വഭാവേ. ഇട്ട സ്വഭാവ കയ്യില്. എല്ലാരും കൂടി ഇന്ന കൊറേ പൊട്ടനാക്കാൻ നോക്കിയതാ. ഇപ്പൊ എല്ലാരും പൊട്ടന്മാരായി. ശരി നീ എന്റെ പുറകെ വരാതെ അവിടെ പോയി സോപ്പിടറി. ഈ കൊച്ചിന്റെ അതില്ലേ, ഉണ്ണിയപ്പം ഞാന് ഇവക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നല്ല ഉണ്ണിയപ്പം ആയതുകൊണ്ടാമേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവളുമായിട്ട് ചങ്ങാത്തം പാടില്ലാന്ന്. ഒരു കാര്യം ഞാൻ പറയാം, നാളെ മുതൽ പാലെന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. നിനക്ക് ഇവിടുന്ന് പാലില്ല. ഇറങ്ങി പോടി അവിടുന്ന്, പോടി. അവളുടെ ഒരു ഉണ്ണിയപ്പം.
കുമാരിയേ എന്താ വന്ന പെന്നെ പോണേ? ഉണ്ണിപ്പ കൊടുത്തില്ലേ? എന്താ മുഖത്തൊരു വാട്ടം? എന്താ ഉണ്ണിയപ്പ ഇഷ്ടായില്ലേ ഷാനിക്ക്? ഷാനിക്ക് ഇഷ്ടായി, അമ്മയ്ക്ക് ഇഷ്ടായില്ല. എന്ത് ഉണ്ണിയപ്പാ? അല്ല, അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എന്തിന്? ഇനി അവളോട് കൂടണ്ടാന്നു. ആ അതിന് കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും, അത് സാരില്ലേ. ഇങ്ങോട്ട് വരണ്ടാന്നും പറഞ്ഞു. അമ്മയാ? വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്ത്? ഇനി ഇവിടുന്ന് പാല് തരൂലെന്ന്. അതാ അമ്മയല്ലേ തീരുമാനിക്കണം, അപ്പുണ്ണിയല്ലേ? എന്താ കുഴപ്പം? ഇത് എന്റെ അടുക്കള, എന്റെ സൗകര്യം. ആരും ചോദിക്കാൻ വരണ്ട, ഒരുത്തി എന്നെ സഹായിക്കാനും വരണ്ട. എന്താ സീത ഇങ്ങനെയൊക്കെ? ചയ്യേ, ദേ വയസ്സായി വരിക. ആരെങ്കിലും സഹായിച്ചില്ല പിന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അത് ഓർമ്മ വേണം. ആ ഓർത്തോളാം. ഇവിടെ ആർക്കെങ്കിലും ചുക്ക് കാപ്പി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് പാത്രം എടുത്തെടുത്ത് വെച്ചേക്കണം. എന്റെ അടുക്കള അലങ്കോലാക്കിയിടുന്നത് എനിക്കിഷ്ടമല്ല. മോളിത് വലിയ കാര്യമൊന്നും ആക്കണ്ട. മോളിങ്ങനെ ഭയങ്കര എടുത്തിയാട്ട കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുകയും ചെയ്യും കേട്ടോ. അമ്പിളിക്കൊക്കെ ചുക്കാപ്പി ഉണ്ടാക്കാൻ വന്നതാ. ആണോ? മക്കള് ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തേച്ചേ മോളിയിലൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട് കേട്ടോ. അമ്പിളിക്ക് എന്താ പറഞ്ഞത്? ചെറിയൊരു പനി പോലെ. അയ്യോ സാരമില്ല കേട്ടോ. ശരി. എന്നാ ഇവിടെ അങ്ങനെ വേണ്ട. ഇത് കൊട്ടിരപ്പാട്ട് തറവാടാ. ഇവിടെ എന്താ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ഇത് എന്റെ വീടാ. മനസ്സിലായില്ല? എന്തോ നിന്റെ വീടോ? ആര് പറഞ്ഞത് നിന്റെ വീടാന്ന്? ഇത് എന്റെ വീടാ. എന്റെ അച്ഛൻ എനിക്ക് ഇഷ്ടദാനം എഴുതി തന്ന വീടാ. അങ്ങനെയാണല്ലേ? അങ്ങനെയാ. ഇതാണ് മനസ്സിലിരിപ്പ് അല്ലേ? അങ്ങനെ തന്നെ, മനസ്സിലിരിപ്പ് തന്നെ. ശരി, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ നിങ്ങളുടെ വീടും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. എനിക്കിവിടെ ഒരു അവകാശമില്ല അല്ലേ? കാണിച്ചു തരാം ഞാൻ. ഇനി ഒരു നിമിഷം സീതാലക്ഷ്മി ഇവിടെ നിൽക്കത്തില്ല. ആഹാ, നിങ്ങളുടെ വീടല്ലേ? നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്. എന്ത് വഴി കാണിക്കുന്നത്? നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്. അയ്യോ അയ്യോ, എനിക്ക് പൂങ്കുഴ അവാർഡ് കിട്ടിയ നോവലായത്. എന്ത് വഴി നീ കാണിച്ചേ? നിങ്ങളുടെ പൂങ്കുഴല്. എനിക്ക് വീടില്ലാന്ന്. എടാ, എനിക്ക് വീടുണ്ട്, തറവാടുണ്ട്. ഞാനേ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. പങ്കേ, നമുക്ക് രണ്ടുപേർക്ക് ഇപ്പൊ പോണം. ഇത് നമ്മളെ വീടല്ല. മനസ്സിലായോ നിനക്ക്? എന്താ സംഭവം ഇത്? പങ്കെ ബാബാ, അച്ഛൻ അമ്മേനെ തല്ലി. അച്ഛൻ അമ്മേനെ തല്ലി? ആ തല്ലി. എന്തിന്? എന്തിനാന്നറിയില്ല തല്ലിന്നപ്പ പറയണ. എന്തിനറിയില്ല. അളിയനെവിടെ? എന്നിട്ട് എവിടെയാണ് അച്ഛൻ? റൂമിലുണ്ടേ. ഒന്ന് നോക്കിയാണ് ചേട്ടാ ഒന്ന്. അല്ല അമ്മേ, അമ്മേനെ എത്രയൊക്കെ വിളിക്കരുതെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ വിളിക്കാനേ പറ്റൂ. അമ്മ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വന്നതിന് ശേഷം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും എനിക്കറിയാം. അച്ഛൻ എത്രയൊക്കെ പറഞ്ഞാലും ഇത് അമ്മയുടെ വീടാ. അമ്മ ഈ വീടിനെ വീടാക്കിയത്. അമ്മയല്ല ഇവിടെ നിന്ന് പോകേണ്ടത്. പോകേണ്ടത് ഞാനാ. അമ്പിളിക്ക, ഞാൻ പോവാ. ഷാന, നീ എവിടെ പോണം? ഞാൻ എൻ്റെ വീട്ടിലേക്ക്. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചതാ. ഞാൻ ഉമ്മേനെ ഓർത്ത് കരയുമ്പോൾ ഒക്കെ എൻ്റെ വാപ്പ പറയായിരുന്നു, നീ കയറി ചെല്ലുന്ന വീട്ടിൽ നിന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരു ഉമ്മ ഉണ്ടാവുമെന്ന്. പക്ഷെ എനിക്ക് അതിനുള്ള ഭാഗ്യമില്ലാന്ന് ഞാൻ കരുതിക്കോളാം. അമ്മ, ഞാൻ പോവാ.
നിക്കടെ എവിടെ? നീ എവിടെ പോണം? ഞാൻ വീട്ടിലേക്ക്. അങ്ങനെ തോന്നുമ്പോ ഇറങ്ങി പോകാനാണെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് കയറി വന്നെന്തിനാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.